വാഹന നിയന്ത്രണം ആ മേഖലയിലുണ്ട്. ഹെവി വെഹിക്കിൾ അതുപോലെ തന്നെ സാധാരണ ചെറുവാഹനങ്ങളെല്ലാം ഏത് രീതിയിൽ ഇലക്കാടാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ ദേശീയപാത അത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയാണ് അതിൻ്റെ തകർന്നു വീണത്. വാഹനങ്ങളടക്കം സർവീസ് റൂട്ടിലൂടെ പോകുമ്പോഴായിരുന്നു ഈ അപകടം. വലിയ രീതിയിൽ മണ്ണിളകി മാറിയിട്ടുണ്ട്. വാഹനങ്ങൾ പല രീതിയിൽ മാറിക്കിടക്കുകയാണ്. അധികൃതർ എത്തി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അധികാരികൾ അതിൽ കാര്യമായ നടപടിയെടുത്തില്ല എന്ന് പറയുന്നു. രാഷ്ട്രീയ പ്രതികരണങ്ങളും വരുന്നുണ്ട്. അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് ഉയർത്തുന്നത്. സർവീസ് റോഡ് ഒരു ഭാഗം തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇവിടെ ഉള്ളത്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ദേശീയപാതയാണ്. മൈലക്കാട് ദേശീയപാത തകർന്ന സ്ഥലത്തിനും മറ്റു ഭാഗങ്ങളിലും ഈ രീതിയിൽ അപകടം സാധ്യതകളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെയാണിപ്പോൾ സ്ഥലത്ത് ജില്ലാ കളക്ടർ എത്തി പരിശോധന നടത്തുന്നത്. ദേശീയപാത അതോറിറ്റി ആളുകൾ കൂടി എത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അനുരാജാണ് കൊല്ലത്തുനിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. സ്കൂൾ ബസ് ഉൾപ്പെടെ പോകുന്നതിനിടയിലായിരുന്നു ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. എന്നാൽ ആർക്കും കാര്യമായ അപകടമൊന്നും പറ്റിയില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, വാഹനങ്ങളുടെ നിയന്ത്രണം, ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ചൊക്കെ അധികൃതർ പറഞ്ഞല്ലോ. അത് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഏത് രീതിയിലാണ് വാഹനങ്ങൾ പോകേണ്ടത് എന്നാണ് അധികാരികൾ അറിയിക്കുന്നത്? വലിയ വാഹനങ്ങൾ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് ഭരണിക്കാവ് വഴി കുണ്ട്ര വഴി കൊട്ടാരക്കര വഴി പോകണം എന്നുള്ളതാണ് നിലവിൽ തിരുവനന്തപുരത്തേക്കുള്ള വാഹനങ്ങൾ പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മൈലക്കാട് നിന്ന് തിരിഞ്ഞ് കണ്ണനല്ലൂർ വഴി അത് കൊട്ടിയത്തേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഭരണിക്കാവ് വഴിയോ കടന്നു പോകണം എന്നുള്ളതാണ്. ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നവരെ, അതായത് ഇപ്പോൾ അപകടം പറ്റിയ ഈ ഭാഗം അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതുവരെ ഇത്തരത്തിലുള്ള ഗതാഗതം പൂർണ്ണമായി ഈ ഭാഗത്ത് നിരോധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ തുടർ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ക്രമീകരണം ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ വാഹനം അത് ഈ സ്കൂൾ ബസ്സാണ്. അത് പൂർണ്ണമായും എടുത്തുയർത്തി മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ക്രെയിൻ കൊണ്ടുവന്നത് ബാക്കിലേക്ക് വലിച്ചു നീക്കുകയാണ്. കാരണം ഇനിയൊരു അപകടം കൂടി ഉണ്ടായാൽ വാഹനങ്ങൾക്കടക്കം വലിയ നാശനഷ്ടം ഉണ്ടാകും. അത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ഈ വാഹനങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മാറ്റുന്നത്. കാരണം ഈ വാഹനങ്ങൾ എടുത്തു മാറ്റിയാൽ മാത്രമേ ഇതിന്റെ നിർമ്മാണം ഇനി തുടർന്ന് ചെയ്യാൻ കഴിയൂ. ഇതിൽ ഏറ്റവും പ്രധാനമല്ല, ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം ഇങ്ങനെ ഉയരുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു ഓട ഇതിലൂടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മറു സൈഡിലേക്ക് വെള്ളം എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ഒരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഈ മണ്ണിടിയാനുള്ള സാധ്യത അത്തരത്തിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യത കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി ഇഘട്ടത്തിൽ നിരോധിക്കുന്നത്. ആ സ്കൂൾ ബസ് ഉയർത്തുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാരണം വാഹനങ്ങൾ എടുത്തു മാറ്റിയാൽ മാത്രമേ ഇനി ഈ ഭാഗത്ത് ഈ തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് ഈ റോഡ് അത് റെഡിയാക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വാഹനം ഇപ്പോൾ എടുത്തു മാറ്റുകയാണ്. സ്കൂൾ ബസ് എടുത്തു മാറ്റുകയാണ്. ക്രെയിൻ മറ്റൊരു വഴിയിലൂടെയാണ് അവിടേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് എടുത്തു മാറ്റാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഉയർത്തി അത് മറ്റൊരു വശത്തേക്ക് ഓടിച്ച് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ശ്രമമായി ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ആ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ 1.25 മണിക്കൂറായി ഈ ഭാഗത്തുള്ള ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ഗതാഗതം ഇപ്പോൾ ഇല്ല. ഈ സ്ഥലത്ത് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും പരിപൂർണമായും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. കാരണം ഇതുവഴിയുള്ള യാത്ര അത്ര മറ്റ് പ്രശ്നങ്ങളിലേക്കടക്കം പോകും. ആ യാത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകും എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ അത് മാറ്റുന്നത്. ഈ ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂൾ ബസ് മാറ്റുന്നു. പിന്നീട് 3 കാറുകൾ, ആ 3 കാറുകൾ ആദ്യത്തെ കാറൊക്കെ ആ റോഡിൽ വിണ്ട് കീറി അതിൻ്റെ ഇടയിലേക്ക് തന്നെ വീലുകളടക്കം ഇറങ്ങിയിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നതാണ്. അത്ര വലിയ രീതിയിൽ ആ വീട്ടമ്മ നമ്മളോട് പറഞ്ഞതാണ്. കാരണം വലിയ ശബ്ദമാണ് അതിൽ കേട്ടത്. ആ ശബ്ദം കേട്ട ഉടൻ തന്നെയാണ് വാഹനം നിർത്തി. ആദ്യഘട്ടത്തിൽ വാഹനത്തിന് തകരാറാണോ എന്ന് സംശയിച്ചു. പിന്നീടാണ് മനസ്സിലായത് റോഡാണ് ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നത്.
വന്നിരിക്കുന്നതെന്ന് ഉടൻ തന്നെ വാഹനം അവിടെ ഇട്ട ശേഷം ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളത്. ഏതായാലും ഈ കാഴ്ച ഒരു ദുരന്തമുഖത്തെ ഒരു കാഴ്ച പോലെയാണ്. കാരണം എന്തോ മഹാഭാഗ്യം കൊണ്ട് അപകടമുണ്ടാകാതെ മറ്റൊരാൾക്ക് പോലും ഒരു പരിക്ക് പോലും ഏൽക്കാതെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആ സ്കൂൾ വാഹനത്തിനുള്ളിൽ 30-ലധികം വരുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരെ അടക്കം സുരക്ഷിതമായി ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടാനും റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയുന്നുണ്ട്. എന്തായാലും ഈ വാഹനങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം മാത്രമാകും തുടർ നടപടികൾ ആ ഭാഗത്ത് നടക്കുക ഉള്ളൂ. ഈ വാഹനങ്ങൾ 4ഓളം വാഹനങ്ങളാണ് ഈയിടെ സർവീസ് റോഡിൽ ഇപ്പോൾ റോഡ് തകർന്ന അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.